ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ട പണികൾ. രാവിലത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ തുണി കഴുകൽ പരിപാടികളൊക്കെ ആയിരുന്നു. ഇപ്പോൾ വീക്കെൻഡ് ആവാൻ വേണ്ടി പോവല്ലേ, അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അവിയലാണ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ കേട്ടോ. നമ്മുടെ വാഴക്കയിൽ ബാക്കിയുള്ള വാഴക്ക മൊത്തം പഴമായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തേക്ക് എടുത്തത്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ പരിപാടികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അവിയലിന് അരിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറക്റ്റ് സൈസും നീളവും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിയാൻ. അത് മാത്രമല്ല, എനിക്ക് പല കളറുകളായിട്ട് ഇതിങ്ങനെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിയലിടുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനിടും. അപ്പോൾ ഇന്ന് കുറച്ച് തൈര് കുറവായിട്ടേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ചിലർ തൈര് ഉപയോഗിച്ചിട്ട് തന്നെ വയ്ക്കും, ചിലർ തൈരല്ലാണ്ട് തക്കാളി ഇട്ടിട്ടൊക്കെ വെക്കാറുണ്ട് അവിയൽ. അപ്പോൾ ഞാനിന്ന് തൈര് കുറച്ച് ഇടുന്നുള്ളൂ. ഒരു തക്കാളി ഇട്ടിട്ടാണ് ഞാനിന്ന് വെക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വിറകടുപ്പിൽ തന്നെയാണ് ഗായ്സ് വെക്കുന്നത്. കാരണം ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ഗ്യാസ് തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളിന്ന് അടുപ്പിൽ തന്നെ എല്ലാം പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അടുപ്പിലൊന്നും ഇതുപോലൊന്നും വെച്ചിട്ടൊന്നുമില്ല. ആഫ്റ്റർ മാരേജ് നമ്മൾ തന്നെ ഇതൊക്കെ ഇങ്ങനെ പഠിക്കും. അപ്പോൾ ഞാൻ വേണ്ട നമ്മുടെ അരപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മുടെ എണ്ണയിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ അവിയൽ. അപ്പോൾ ഇതേണ്ട ഈ ഒരു അടപ്പിൽ മാത്രമുള്ള തൈര് മാത്രമേ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി സെറ്റാക്കി. അടുത്തത് നമ്മുടെ മീൻകറിയാണ്. അപ്പോൾ മീൻകറിക്ക് വേണ്ട അരപ്പൊക്കെ ആക്കി ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചു. അതിനിടയിൽ നല്ല ദാഹം തോന്നി. ഞാനപ്പോൾ വിചാരിച്ചു കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനും കൂടെ ഉണ്ടാക്കി കുടിച്ചു കുറച്ച്. അപ്പം ഇത് പൊങ്കാല പായസമാണ്. അപ്പം അമ്മ പൊങ്കാല ഇട്ടിട്ട് വന്നപ്പോൾ അതെടുത്തിട്ട് ഞാൻ കുറച്ചെടുത്തിട്ട് കഴിച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇന്നൊരു ഉച്ച വരെയുള്ള എൻ്റെ പരിപാടികളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എനിക്ക് ഫുൾ ക്ലീനിങ് പരിപാടികളൊക്കെ ആയിരുന്നു. ബിക്കോസ് ഇന്ന് നമ്മുടെ ചേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ. എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വൈകിട്ട് കാണാം കേട്ടോ.